കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ആ നീക്കം ഏതായാലും ഗവർണർ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഉചിതമായിട്ടുള്ള രീതിയിൽ അതിനോട് പ്രതികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ള കള്ളക്കണക്ക് ആ കണക്ക് എവിടെയും ചെലവാകാത്തതാണ് എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യമായിട്ടുള്ളതാണ്. അത് സാമൂഹ്യ സുരക്ഷാ പെൻഷനാണെങ്കിലും അതല്ല UGC ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇനി അതുമല്ല ഇന്നലെ ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച പണം പോലും ചെലവാക്കാത്ത വിഷയങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോഴും നവകേരള സദസ്സിൻ്റെ പേരിൽ, കേരളീയത്തിൻ്റെ പേരിൽ, ലോക കേരള സഭയുടെ പേരിൽ നടക്കുന്ന ധൂർത്ത്, ആ ധൂർത്തിനൊരു കുറവുമില്ല. ആ ധൂർത്ത് അവസാനിപ്പിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് കള്ളപ്രചരണം അഴിച്ചുവിടാനുള്ള വേദിയാക്കി നിയമസഭയെ അധപ്പതിപ്പിക്കുന്ന സമീപനം, ആ സമീപനം വാസ്തവത്തിൽ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാജ്ഭവനെ അപമാനിക്കാനുള്ള ശ്രമം, ആ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത്. രാജ്ഭവൻ ഗവർണർ പദവി ഭരണഘടനാ പദവിയാണ്. ആ പദവിയെ സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനം നിയമസഭയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഗവർണറുടെ കടമയാണ്. പക്ഷേ ആ അവതരിപ്പിക്കുന്ന ആ വിഷയങ്ങൾ സത്യസന്ധമാകണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് തോന്നിയില്ലെങ്കിലും ഗവർണർക്ക് തോന്നി എന്നിരിക്കട്ടെ, അതിൽ ഗവർണറെ കുറ്റപ്പെടുത്താനാകും എന്ന് ആകില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് വളരെ ഉചിതമായിട്ടുള്ള ഒരു നിലപാട് ഗവർണർ എടുത്തു. തീർച്ചയായിട്ടും ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കാൻ, നിയമസഭയെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കാതിരിക്കാൻ ഗവർണർ എടുത്ത സമീപനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അഭിനന്ദിക്കുന്ന, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അന്തസ് ഉയർത്തുന്ന നടപടിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സഹകരണ ഫെഡറലിസം നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയമാണ്, ഈ സർക്കാരിൻ്റെ നയമല്ല, പിണറായി വിജയനല്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയമാണ്. ആ നയം കേരളത്തിലെ സർക്കാർ അംഗീകരിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഒരു പരാതിയില്ല. പരാതി നിങ്ങളോട് പറഞ്ഞില്ലെങ്കിലും പല സ്ഥലത്തും പരാതി പറയുന്നുണ്ട്. ആ, വളരെ നല്ല കാര്യം, സന്തോഷം. അപ്പോൾ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. അതെ അതെ അതെ. സജി ചെറിയാൻ പറഞ്ഞത് ഒരുമാതിരി അദ്ദേഹത്തിന് സുഖമില്ല എന്നുള്ളതിൽ ഒരു അതിശയവ വാക്കുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അതെ അതെ അതെ, അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് വരികൾക്കിടയിലൂടെ വായിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഗവർണറുടെ നടപടി ഏറ്റവും ഉചിതമായിട്ടുള്ള നടപടിയാണ്. കാരണം 42 ലക്ഷം ചെലവഴിച്ച് നീന്തൽക്കുളം നവീകരിക്കാൻ, 37 ലക്ഷം ചെലവഴിച്ച് കാലിത്തൊഴുത്ത് നവീകരിക്കാൻ, 25 ലക്ഷം വെച്ച് ലിഫ്റ്റ് ഫിറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ പണമുണ്ട്. 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഇതൊക്കെ ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്ത് നവീകരിക്കുന്നതിനാണ് 42 ലക്ഷം, 37 ലക്ഷം നീന്തൽക്കുളം, 25 ലക്ഷം ലിഫ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് 1600 രൂപ കൊടുക്കാൻ കേന്ദ്രം പണം തരുന്നില്ല എന്ന് പറയുന്ന പ്രചരണം, ആ പ്രചരണത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വേദിയാക്കിയിട്ട് നിയമസഭയെ അധപ്പതിപ്പിക്കാൻ ഗവർണർ അനുവദിച്ചില്ല എന്നുള്ളത് നിയമസഭയുടെ അന്തസ്സ് ഉയർത്തുന്നു, രാജ്ഭവൻ്റെ അന്തസ്സ് ഉയർത്തുന്നു, ഭരണഘടനയുടെ അന്തസ്സ് ഉയർത്തുന്നു. എങ്ങനെ? ഇല്ല, അത് ആയിക്കോട്ടെ, അതുകൊണ്ടല്ലോ, അതും അതിൻ്റെ ഭാഗം. പറയട്ടെ, ദൂരത്താണെങ്കിൽ പറയട്ടെ. ഏതായാലും കാലിത്തൊഴുത്തിന് ചെലവാക്കിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, 602 കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കുടിശ്ശികയടക്കമുള്ള മുഴുവൻ തുകയും അനുവദിച്ചതിന് ശേഷം ആ പണം എവിടെ പോയി? ആ പണം ചെലവഴിച്ചിരുന്നുവെങ്കിൽ ചക്കിട്ടപ്പാറയിലെ ജോസഫ്
ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവില്ലായിരുന്നല്ലോ. 750 കോടി രൂപ കേരളത്തിലെ UGC ഗ്രാൻഡ് കിട്ടാൻ എല്ലാ സംസ്ഥാനങ്ങളും ആ പണം ചെലവഴിച്ച് അതിൻ്റെ റീഇംബേഴ്സ്മെൻ്റാണ് ആവശ്യപ്പെട്ടത്. കേരള ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങളിങ്ങനെ കൊടുക്കാൻ ആലോചിക്കുന്നു, മുൻകൂറായിട്ട് പണം തരണം. കേരളത്തിന് മാത്രമായിട്ട് പുതിയ നിയമം ഉണ്ടാക്കാൻ പറ്റൂ? കേരള സർക്കാരിന് വേണ്ടിയിട്ട് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമം. കേരള സർക്കാരിൻ്റെ ധൂർത്ത് അടിക്കാനല്ല നിയമം. മാത്രമല്ല 5000 കോടി ഇപ്പം 5000 കോടിയാണ് കണക്ക് ചോദിക്കുന്നത്. 54,000 60,000 ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു കണക്കേ ആരും പറയുന്നില്ല. 5000 കോടിയുടെ കാര്യമേ കണക്ക് പറയുന്നുള്ളൂ. അതിനർത്ഥം എന്താ? ജയരാജൻ പറയുന്ന പ്രസ്താവനകൾ അത് നിങ്ങൾ മുഖവിലക്കെടുക്കുന്നത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അത് എത്ര മുഖവിലക്കെടുക്കണം? ഇല്ലല്ലോ, സമരമില്ലല്ലോ. സമരം നിങ്ങൾ വായിച്ചില്ലേ? സമരം എന്നുള്ളത് ഇതൊക്കെ ഒരു തള്ളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തള്ളു സർക്കാർ എന്നുള്ളതാണ് ഇനി മുതൽ പേരിടേണ്ടത്. ഈ തള്ളു സർക്കാർ നടത്തുന്ന ഒരു തള്ളിലൊന്നായിരുന്നു. ജയരാജൻ പാവം ഇതൊന്നും അറിഞ്ഞില്ല. ജയരാജൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സമരം ചെയ്യാൻ പോവാണ്, നരേന്ദ്രമോദിയുടെ മുട്ട് പറക്കും എന്നൊക്കെ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ അറിയാലോ. കാരണം നവകേരള യാത്ര കഴിഞ്ഞു, വിദേശ യാത്ര കഴിഞ്ഞു, ഡൽഹിയിൽ നല്ല തണുപ്പാണ്, ഒന്ന് ചിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മന്ത്രിമാരെയൊക്കെ കൂട്ടിയിട്ട് ഈ പോകുന്നതും അദ്ദേഹത്തിന് വലിയ സുഖമുള്ള കാര്യമാണ്. കാരണം എല്ലാവരും അച്ചടക്കത്തോടുകൂടി പിന്നിലിരുന്നോളൂ, ഒരക്ഷരം മിണ്ടാതെ. ഒരു മന്ത്രി പറഞ്ഞതാണ് കേട്ടത് ഞാൻ, ജന്തർ മന്ദറിലേക്ക് ഞങ്ങൾ കേരള ഹൗസിൽ നിന്ന് കാൽനടയായിട്ട് പോകും. കാൽനടയായിട്ടല്ലാതെ ജന്തർ മന്ദർ, നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ധാരാളം ആൾക്കാർ ജന്തർ മന്ദറും കേരള ഹൗസും അറിയുന്ന ആൾക്കാർക്ക് അറിയാം. കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് കാൽനടയായിട്ടല്ലാതെ എങ്ങനെ പോകാനാണ് പറ്റുക? അതൊരു മാർച്ച് എന്ന് പറയാൻ പറ്റുമോ അതിനെയൊക്കെ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ നടത്തി മലയാളി കേരളത്തിന് പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്ത ആളുകളാണെന്നാണ് ഇവർ ധരിക്കുന്നത്. അതുകൊണ്ടാണ് കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് മാർച്ച് നടത്തും എന്നൊക്കെ പറയുന്നത്. ഈ തള്ളു സർക്കാരിൻ്റെ ഇതുപോലത്തെ തള്ളുകൾ മാധ്യമപ്രവർത്തകരെങ്കിലും ഇതുപോലെ ജയരാജൻ അങ്ങനെ പലതും പറയും. ജയരാജൻ ഇങ്ങനെ പല പ്രഖ്യാപനങ്ങൾ നടത്തും. അത് നിങ്ങളത് അധികം വലിയ പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അത് സമ്മേളനമാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങൾ സമരമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഭരണഘടനാ സംരക്ഷണ സമ്മേളനമാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം വാസ്തവത്തിൽ എന്താ നടക്കുക. അറിയില്ല, ഞാൻ കണ്ടില്ല. എന്താ അറിയില്ല, ഞാൻ കണ്ടില്ല. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു.